വേണ്ടി സഹായിക്കുന്ന നമ്മൾ പുതിയ റണ്ണിങ് ഗെയിമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ റണ്ണിങ് ഗെയിംസ് കളിച്ചിട്ടുണ്ടെങ്കിൽ നേരെ കമൻറ്റ് ചെയ്യുക. നിങ്ങളത് കളിച്ചിട്ടില്ലെങ്കിൽ നേരെ സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക സുഹൃത്തുക്കളെ. പക്ഷേ നമുക്ക് ഇതിനകത്ത് ഓടിക്കളയാം. ഇതിനകത്ത് നമുക്ക് പറ്റുന്നത് പക്ഷേ നമ്മുടെ സ്പീഡൊക്കെ വളരെ കുറവാണ്. പക്ഷേ അപ്പോൾ നിങ്ങളെ കൂടെ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് സ്പീഡും സ്പീഡൊക്കെ കിട്ടത്തുള്ളൂ. പക്ഷേ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്കും ചെയ്യാൻ മറന്നെങ്കിൽ നേരെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നെങ്കിൽ നേരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യാൻ മറന്നെങ്കിൽ നേരെ ഷെയർ ചെയ്യുക. പക്ഷേ നിങ്ങൾ ഈ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ കമൻറ്റ് ഇട്ടോ ഗൈസ്. ഇവിടെ അപ്പോൾ 5 വിന്നാണ് നമുക്കുള്ളത്. ഓക്കെ, നമ്മുടെ ഇവനും കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് ഇവിടെ ഓടിക്കോ. അയ്യോ ആകാശം ലാഭിക്കാതെ വേണം പലതായിക്കോട്ടെ. കളി മനസ്സിലായില്ല. അയ്യോ, ആ വിന്നെടുത്താൽ മതിയായിരുന്നു. ഷിറ്റ് ഗൈസ്, അത് നമുക്ക് നല്ല സ്പീഡ് വേണം. അത് നമ്മൾ ഓടണം ഗൈസ്. അപ്പം അതാണ് നമ്മുടെ ഇതൊന്നും പറ്റത്തില്ല. ലെവൽ 20 ഇപ്പം നമ്മുടെ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 13 ഗൈസ്. ഓക്കെ, നമുക്ക് ലെവൽ വേണം. പിന്നെ ക്ലൈം ചെയ്യണം. ബോണസൊക്കെ ഉണ്ടായിരുന്നു, എന്നൊക്കെ പോയി. നമുക്ക് ലെവലൊന്ന് കൂട്ടിയിട്ട് നമുക്ക് പൈസ സ്പീഡ് വേണം. നമുക്ക് സ്പീഡ് ഒരു 40, ഒരു 50, ഒരു 600 ആവണം ഗൈസ്, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഈ ഒരു ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് മറ്റേത് കിടക്കാൻ പറ്റുമായിരിക്കും. ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്തുടാ അയ്യോ പക്ഷെ ഇതാരുടെ ഇത്? അപ്പോൾ നമ്മളവനെ കളിയാക്കുന്നതൊന്നും പോരാ കഴിച്ചു. നമ്മൾ ചിലപ്പം അവനായിരിക്കും ഇതിനകത്ത് ജയിക്കുന്നതെങ്കിലോ, അവരുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഇതിനൊക്കെ നമ്മൾ റോബക്സ് എടുക്കണം. 550 ക്യാഷ്, 4K ക്യാഷൊക്കെ കൊടുക്കണം. ഇതിനൊക്കെ ഗൈസ്, ഇതിനൊക്കെ നല്ല പൈസ കൊടുക്കണം തോന്നുന്നു. എക്യുപ്പ് ആയിട്ടുണ്ട് 32. പക്ഷേ നമുക്ക് പോയിട്ട് വരാം. നമുക്ക് പോയി പൈസ വേണം ഗൈസ്, നമുക്ക് പൈസ വേണം. ഓക്കെ, അതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് വെച്ചാൽ നമുക്ക് നല്ല പൈസ വേണം ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെവൽ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫിനിഷ്ഡ്. ഇപ്പം എനിക്ക് 33 ആയിട്ടുണ്ട്. എത്ര ആകുമ്പോഴായിരുന്നു വേണ്ട? 37. ഒന്നും കൂടെ പോയിട്ട് കഴിയുമ്പോഴത്തേന് എനിക്കൊരു 37 വിന്ന് വേണം. അപ്പോൾ നമുക്ക് ഈ 5 ഇതെടുക്കാം. 5 ഇതെടുത്തിട്ട് ഞാൻ നേരെ പോയി സ്പീഡ് വിട്ടട്ടെ. ഇപ്പം എനിക്ക് 3 വെച്ച് കിട്ടുമെന്ന് തോന്നുന്നു. ഓക്കെ, ഞാനത് ഇപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് അത്യാവശ്യം നല്ല സ്പീഡും കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ എനിക്കതിനകത്ത് കയറാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, ഞാനത് എക്യുപ്പ് ചെയ്യട്ടെ. എക്യുപ്പ് ചെയ്തിട്ടുണ്ട്. ഐറ്റം റിക്വസ്റ്റ് എക്യുപ്പിഡ്. നമ്മളങ്ങനെ ഞാൻ എക്യുപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഉള്ള പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ 2 രൂപയുള്ളൂ. ആകെ 1 രൂപയുള്ളൂ. 2 രൂപയില്ലേ? നമുക്ക് ആകെ 1 രൂപ. അപ്പം നമുക്ക് നേരെ നമ്മുടെ അടുത്ത മെഷീനായിട്ട് പോവാം. നമുക്കിപ്പം മറ്റേത് കടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം നമുക്ക് കുറച്ച് നല്ല നല്ല പൈസ ഉണ്ടാക്കണം. ഇപ്പം വെട്ടിക്കാം. അതും കൂടെ പോവാം. ഒരു 200 എത്രയെങ്കിലും ആക്കട്ടെ കഴിച്ച. അപ്പം നമുക്ക് എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പം നമുക്ക് കുറച്ച് അത്യാവശ്യം സ്പീഡ് കൂടിയെന്ന് തോന്നുന്നു. കൊന്നടേ. എനിക്ക് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാം, കുറേ നേരം കറങ്ങാം ഗൈസ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ നേരെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ നേരെ ഷെയർ ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്. 65 കണ്ടേ ഉള്ള ഗൈസ്. അപ്പോൾ നമുക്ക് 1K ആണ് നമ്മുടെ ഇന്നത്തെ സബ്സ്ക്രൈബറിൻ്റെ ടാർഗറ്റ്. ഇന്നത്തെ നമ്മുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5K ആണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റല്ലല്ലോ ടാർഗറ്റ് ഗൈസ്. കറക്റ്റാണ് ടാർഗറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഈ റോബ്ലോക്സിന് അടുത്ത വട്ടം ഏത് ഗെയിം കൊണ്ടുവരണോ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് കറങ്ങി. ഓക്കെ, ഇനി നമുക്ക് മാക്സിമം സ്പീഡാണ് നമ്മുടെ ഗൈസ്. ഓട്ട മത്സരം. ഓല അവൻ പറന്നവൻ. ഓടിക്കോ. ഓക്കെ, ഞാൻ ക്യാഷ് ഇടുന്നു. ഓടിക്കോട്ട് അവനെ ഞാൻ പിടിക്കാം. അവൻ കൊണ്ടാണ്ട് ആ ഫ്രണ്ടിൽ പോകുന്ന കളവനെ കണ്ടോ? നിക്കി എന്നാവൻ്റെ പേര്. നിക്കാണോയ് എന്നാ നിക്കാണ് ഇപ്പം തൂക്കിയാനെ. ഓക്കെ, പിന്നെ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോഴത്തേനും നമുക്ക് ലെവല്
പൈസ ഇച്ചിരി കൂട്ടട്ടെ, എന്നാലേ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. അല്ലാതെ ഒന്നും ചെയ്തിട്ടൊന്നും ഇവിടെ ഒരു കാര്യമില്ല. ഇവിടെ ഒരു ഉപയോഗം ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അടുത്തോട്ട് നമ്മൾ കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലായോ ബ്രെയിൻ റൂട്ട്സിനെ നമ്മൾ എന്തുവായിരുന്നു, ബ്രെയിൻ റൂട്ട്സിനെ നമ്മൾ പറക്കത്തിലായി ജമ്പ് ചെയ്ത് നമ്മൾ ബ്രെയിൻ റൂട്ട്സിനെ പിടിക്കുന്നത്. ഓരോ മലകളും അതിനകത്തൊക്കെ കയറി നമ്മൾ പോയി ബ്രെയിൻ റൂട്ട്സിനെ പിടിക്കത്തില്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് നമ്മൾ അടുത്തോട്ട് നമുക്കിത് കിടക്കാൻ പറ്റുമെന്ന് നോക്കാം. അയ്യോ എടാ കടക്കാൻ പറ്റിയതടാ, അത് കടക്കാൻ പറ്റില്ല. ഞാനത് കടക്കണം, എനിക്കത് കടക്കണം ഗൈസ്. അതെങ്ങനെയാണെന്ന് നോക്കണം. പിന്നെ ഇതൊക്കെ എങ്ങനെയാണെന്ന് കടന്ന് നോക്കണം. അവൻ 11 നിന്നൊക്കെ എടുത്തു കേട്ടോ. നമുക്ക് ഈ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ 11 നിന്നിട്ട് ഒരു 5 മിനിറ്റിലും കിട്ടത്തില്ലെന്ന് തോന്നുന്നു. ഓടാ ഇത് ടഫാടാ. ഈ 19 മിനിറ്റ് എടുത്തിട്ട് പോവാം. ഇനി കുറച്ചും കൂടെ ഉള്ളു. അപ്പോൾ നമുക്ക് ഇവിടെ കിടന്ന് കറങ്ങിയിട്ട് നമുക്ക് ആ 20 സ്പീഡിൽ എടുക്കാം. ഓക്കെ, നമ്മളങ്ങനെ നമ്മൾ 20ാമത്തെ ലെവലിൽ കയറിയിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, അപ്പോൾ നമുക്ക് 20ാമത്തെ ലെവലിൽ കയറാം. നമുക്ക് കുറച്ച് 3 വെച്ചാണ് നമ്മുടെ ഇത് കയറുന്നത്. നമുക്ക് റീബർത്തൊന്നും ഇല്ലെന്നാണ് ഞാൻ തോന്നുന്നത്, എനിക്കറിയത്തില്ല. ഇൻവൈറ്റൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല. ഓക്കെ, ഞാൻ ഓടി മറ്റേ എനിക്ക് ജയിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. വന്നപ്പോൾ ആ സ്പീഡ് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചു കാണണം അതൊന്നും ഇത്രയ്ക്ക് സ്പീഡുള്ളത്, ഇതിനേക്കാൾ ചെറിയ സ്പീഡായിരുന്നു. അപ്പം ഞാൻ വീഡിയോ എടുക്കാനായിരുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും കളിയാക്കുമെന്ന് പറഞ്ഞാൽ എടുക്കാൻ ഇത് അവൻ ചാടിപ്പോയത് ഞാൻ കണ്ടില്ലടാ. അവൻ ചാടിപ്പോയി. അവനൊക്കെ എന്തൊരു സ്പീഡായി. അവന് മിക്കവാറും അത് കിടക്കാൻ പറ്റും. നമുക്ക് പിന്നെ വേണമെന്നില്ല, എന്നാലും നമുക്ക് ഈ ലെവലൊന്ന് കഴിയണമെന്നേ ഉള്ളൂ. ലെവലൊരു 40 കൊള്ളായിരുന്നു. അതുവരെ നമുക്ക് അടുത്തത് സുനാൾ കിടക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. മുസ്തഫ ചത്തല്ലോ. നല്ലതായിട്ട് സ്പീഡ് കൂടുന്നുണ്ട്. അവനെ കൊന്നു കഴിഞ്ഞാൽ എനിക്കങ്ങ് ഓടായിരുന്നു. അയ്യോ അവനെ കൊണ്ടുപോടാ. ഓരോരുത്തരന്മാർ വന്ന് നശിപ്പിക്കുവാടാ. അപ്പോൾ ഓരോരുത്തരന്മാർ വന്ന് നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാരൊക്കെ നമ്മളെ കൊന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ പറയുന്നത്. ഉണ്ടാ ചാടി പോകുന്നതാണ്ടാ. എല്ലാണ്ണോ പോയി തീർക്ക്. പറന്ന് വരുന്നു കുറേ എണ്ണം. അതിന് മുമ്പ് എനിക്ക് പോകണം. വീട് വെക്കട്ടെ. ഞാനും ചോദിക്കട്ടെ. ഇനി എത്ര വേണം കേസ് നമുക്ക്? 228. ഇപ്പോൾ ഉണ്ടാകും. അതൊക്കെ നിസ്സാര കേസ്. അതാ ചേച്ചവിട്ടിരുന്നോ, ഞങ്ങൾ വിട്ട് വരാം. ചുമന്ന ലൈറ്റ് എന്തോ ഇതിനകത്ത് കത്തുന്നത്? ഇതിന് ചുമന്ന ലൈറ്റിന് വല്ല വിഷം കാണാൻ കൊടുത്തിട്ടുണ്ടോ? ഇപ്പം ചാടിയേനെ അതിനകത്തോട്ട് ഞാൻ. പിന്നെ പോവാം. നമുക്കൊരിത് ഇപ്പം 22ആയി. ഓടിക്കുക. ഇരുന്നൂറ്റൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കി. അതൊരു 40 നോക്കി കഴിഞ്ഞാൽ നമ്മൾ ആ സ്പീഡിൻ്റെ അത് കൂട്ടായിരുന്നു. അതാകുമ്പോൾ പെട്ടെന്ന് സ്പീഡ് കയറിയനെ. ഓടി പോമോനി. കിളവ അടങ്ങണ കിളവ. പോവാം. ഒന്നും കൂടെ പോയിട്ട് വരാം. ഒരു 228 രൂപ എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചാൽ കുഴപ്പം ഇല്ലാതില്ല. ഞാൻ തന്നെ അങ്ങോട്ട് പോന്നേ. 170 സുഹൃത്തുക്കളെ. നമുക്ക് 5 വെച്ച് പോവാം. അപ്പോൾ പെട്ടെന്ന് പൈസ വരത്തില്ല. മറ്റേതെന്തിനാ മെനക്കെട്ട് പോകുന്നേ? ഞാൻ കുഴഞ്ഞല്ലേ. ഇപ്പം നമുക്ക് എത്ര രൂപയായി? 99 ആയതേ ഉള്ളൂ. ഇനി 28 അങ്ങോട്ട് എടുക്കണം. എനിക്ക് വയ്യ കളിക്കാൻ. ഇവിടെ അല്ലല്ലോ.
എടാ 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 എന്ത് എടാ ഈടെ ഈവന്മാരെ നശിപ്പിക്കാൻ വേണ്ടി വരുവാടേ. അത് ഞാൻ പറയാണ്ട് നമുക്ക് ഈ സൈഡിലേക്ക് 5 എണ്ണം എടുത്താൽ മതിയല്ലോ. അതപ്പോൾ എന്തെങ്ങനെയാ അത് എങ്ങനെയുണ്ട്? അതിപ്പോൾ ഇപ്പോൾ 25ഒക്കെ ഒരു 1 മില്യൺ ഇപ്പോൾ നമുക്ക് ഗിഫ്റ്റ് വഴി കിട്ടിയെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ഒരു 1 മില്യൺ എങ്ങനെയെങ്കിലും ഒരു ഗിഫ്റ്റ് വഴി കിട്ടിയെങ്കിൽ അത് സൂപ്പറായിരുന്നേനെ. ഇനി നമുക്ക് മറ്റേത് കളക്കാൻ പോവാം. അപ്പോൾ എല്ലാം കറക്റ്റാണ്. ഓൾ സെറ്റ് ഈസ് ദ ബെസ്റ്റ്. ഞാൻ ഇപ്പോൾ ചാടിയാണ്. അവിടെ നിന്ന് പാണ്ടക്കെട്ടവന്മാർ വരുന്നു. അണ്ണായി എന്താണ് ഈ അണ്ണനെയൊക്കെ ഞാൻ കൊല്ലും, ഞാൻ വെട്ടിക്കീറി ഞാൻ ഈ കിളവന്മാരെ. പറയുന്നില്ല, എനിക്ക് ദേഷ്യം വന്നുള്ള സ്വഭാവം അറിയത്തില്ല നിങ്ങൾക്ക്. സോറി കാശ്, നിങ്ങളെ ഞാൻ ഒന്നും പറയത്തില്ല. നിങ്ങൾ കാരണമാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. നിങ്ങൾ നമ്മളെ പിള്ള. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പം എങ്ങനെയുണ്ട് നമ്മുടെ സ്പീഡ്? ഇതൊക്കെ നമുക്ക് ചെറുപ്പറാന്നേ ഉള്ളൂ. അപ്പം നമുക്ക് പറന്നോടാം. ഇപ്പം നമ്മുടെ സ്പീഡ് ഉണ്ടോടെ? ഇനി അത് കടക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പം നമുക്ക് നല്ല സ്പീഡ് വെച്ച് കൂടുന്നുണ്ട്. നമുക്കത് കടക്കാം. അവൻ്റെ അഹങ്കാരം അങ്ങ് തീർന്നു. അവൻ്റെ അഹങ്കാരം അങ്ങ് തീർന്നു. തുറക്കുമ്പോൾ പോവാം, അപ്പം ഓടിക്കണം. കളി മനസ്സിലായില്ല കേട്ടോ നമുക്ക്. ഈ കളി മനസ്സിലായി. ഏതെങ്കിലും ഒരുത്തമ്പാ. അത്രയും ഹൈറ്റൊന്നും എന്നെ കൊണ്ട് ചാടാൻ പറ്റത്തില്ല. എനിക്ക് അത്രയും ഹൈറ്റിലൊന്നും ചാടാൻ പറ്റത്തില്ല. ഞാൻ പോവാ. ഇനി എത്ര വേണം? എൻ്റെ അളിയാ 1 ലാക്കാ. എൻ്റെ പൊന്നളിയാ 1 ലാക്കെന്ന് പറഞ്ഞാൽ ഇച്ചിരി സംഭവമൊന്നും അല്ല. എൻ്റെ പുടുക്കത്തെ പാടാ. റീബർത്തിൻ്റെ സ്വിച്ചൊക്കെ വന്ന് റീബർത്ത്. ഓക്കെ, റീബർത്ത് ചെയ്തേ. ലെവല് ചെരപ്പരാന്ന് കയറുന്ന കണ്ടോ? ഞാൻ റീബർത്ത് ചെയ്തോണ്ടാ, അല്ലെങ്കിൽ എൻ്റെ സ്പീഡ് നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പം അടുത്ത ഇതും വരും. നിങ്ങൾക്ക് അറിയത്തില്ല എൻ്റെ സ്പീഡ്. ഇപ്പം കണ്ടോ ഞാൻ ചെറപറ ഓടുന്നത്? ഇങ്ങനെ ഓടാൻ പാടില്ലേ? അത് പെട്ടെന്ന് സ്പീഡ് കയറും. എനിക്ക് റീബർത്ത് ചെയ്യണ്ടായിരുന്നല്ലേ. വേണ്ട, ചെറിയ ചെയ്യണമായിരുന്നു. കാരണം 3 വെച്ചാൽ ഇപ്പം കയറുന്നത്. ഇതാണല്ലേ, ഇത് പെട്ടെന്ന് കയറുന്നുണ്ടോ? കുറേ നേരം കഴിച്ച് നമുക്കിങ്ങനെ കറങ്ങാം. അതായിരിക്കും നമുക്ക് നല്ലതെന്ന് തോന്നുന്നു. കുറേ നേരം ഇങ്ങനെ കറങ്ങാം. എനിക്കിപ്പോൾ നല്ല സ്പീഡാണെന്ന് തോന്നുന്നു. ഇപ്പം 16 അടുത്ത 17, 18, 19 അങ്ങനെ വരട്ടെ. ഇനി ഒരു റീബർത്ത് കൊണ്ട് കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു. ഇനി ഒരു റീബർത്ത് വേണമെങ്കിൽ എത്ര 1K കണ്ടാണ്. എളുപ്പമാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കടങ്ങാം എല്ലാത്തിനും ചുറ്റിനും. അതിങ്ങനെയുണ്ട്. ഇനി ലെവൽ 50 ആവണം. ഓക്കെ, ഇനി നമുക്ക് റീബർത്ത് വേണമെങ്കിൽ ലെവൽ 50. അപ്പം 40 ഇപ്പോഴേ ഇല്ല ലെവലിന്. നമുക്കൊന്ന് ഓടാൻ പോയിട്ട് വരാം. ഇപ്പം എങ്ങനെയുണ്ട്? റീബർത്ത് ചെയ്യുമ്പോൾ നമുക്ക് നല്ല കൂടും കേട്ടോ. അപ്പോൾ റീബർത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ റീബർത്ത് ചൂസ് ചെയ്താൽ മതി കേട്ടോ. താഴട്ടെ. ഓടിക്കോ. ഞാൻ ഓടാൻ വേണ്ടി ഇരിക്കുക.
ഓയ്യടാ, അത് പകുതി ലൈഫ് തിന്നടാ. അത് കുറച്ചും കൂടെ ഓടാൻ, പെട്ടെന്ന് ഓടാം. ഓടിക്ക് പെട്ടെന്നോട്. സമയമില്ല എനിക്ക്. നമുക്ക് അവിടെ 5 സ്പീഡ് വേണമെങ്കിൽ എക്യുപ്പ് ചെയ്ത്, ഞാൻ 5 സ്പീഡിൻ്റെ എക്യുപ്പ് ചെയ്ത്. ഇനി നമുക്കൊരു 1 ലേക്ക് രൂപേഴ്സ് നമുക്ക് 11 വെച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് എനിക്കറിയത്തില്ല, ലെവൽ കൂടി ഉണ്ടായിരിക്കും, അറിയത്തില്ല. അവിടെ 1,00,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1.2K കൊടുത്തു കഴിഞ്ഞാൽ 8 വെച്ച് കയറുന്നു. 8ഒന്നും വേണ്ട എനിക്ക് 7. അതും മതി. 7.15 വെച്ച് കയറുമോ? നമുക്കത് കിട്ടി 150. 8.85 മില്യൻ്റെ. അത് കൊള്ളായിരുന്നു, അതൊരു ഗുഡ് ഐഡിയ. റീബർത്ത് ചെയ്യാൻ സമയമാവുന്നതേ ഉള്ളെന്ന് തോന്നുന്നു. നമുക്ക് റീബർത്ത് ചെയ്യാൻ സമയമാവുന്നതേ ഉള്ളൂ. നമ്മൾ ഓടിയിട്ട് കാര്യമൊന്നുമില്ല, നമുക്കൊന്ന് പറന്നിട്ട് വരാം. എടാ, അവളെക്കാളും സ്പീഡ് ഉണ്ടോ നമുക്ക്? കണ്ട, അവൾ വല്ല ലാപ്ടോപ്പിലും PC-ലും എങ്ങനെ ആയിരിക്കും കളിക്കുന്നത്. നമ്മൾ മാത്രം ഉണ്ടായി ഒരു തൊലിഞ്ഞ ഫോണിനകത്ത്. ഫോണില്ല ഗൈസ്, അതാണ് ഏറ്റവും വലിയ ഇത്. ഫോണോ അല്ലെങ്കിൽ വേണ്ട, നമ്മൾ തൊലിഞ്ഞ ഫോണൊന്നും നമ്മൾ പറയത്തില്ല. നമ്മൾ നല്ല എനിക്കിഷ്ടമായിട്ടോ നമ്മൾ ഫോണിൽ കളിക്കുന്നത്. ഞാൻ സോളത്തിൽ ഞാൻ ചുമ്മാ പറഞ്ഞേ, നല്ല ഫോണാട്ടോ. എന്തടാ ഉടനെ ചക്കണിയൊക്കെ ഇടാൻ ചക്കണി. കുറച്ചും കൂടെ സ്പീഡ് ഉണ്ടാക്കി കടക്കായിരുന്നു. കടങ്ങിയതായിരുന്നു, ഒരു തുള്ളി സ്പീഡ് വേണമായിരുന്നു നമുക്കത് കടക്കാൻ. ഒരു തുള്ളി സ്പീഡ് വേണമായിരുന്നു. അതൊന്ന് കടക്കാൻ വയ്യ. പെട്ടെന്ന് ഓടട്ടെ, ഇതാ നല്ലതെന്ന് തോന്നുന്നു. ഇനി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. എന്നിട്ട് ഇനി നമുക്ക് ഇങ്ങനെ പോവാം. ഇതാണ് അവിടെ പെരിഫിക് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ റീബർത്ത് സമയമായാലോ? ഈ ചെയ്തോളഞ്ഞ് വയ്യ എനിക്ക് റീബർത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി കൂടെ പൈസ കിട്ടുമായിരുന്നു. റീബർത്ത് കഴിഞ്ഞാൽ മ്യൂസിക് ഓഫ്, സൗണ്ട് എഫക്റ്റ് ഓഫ്, ഷാഡോ ട്രയൽ അതൊക്കെ കിടക്കട്ടെ. റീബർത്ത് ചെയ്യണമെങ്കിൽ 28.50. റീബർത്ത് ചെയ്യണമെങ്കിൽ സെക്കൻഡ് റീബർത്തിന് 3 രൂപ എനിക്ക് കൂട്ടല്ലേ. കൊള്ളാം. കൂട്ടായത് ഒന്ന് 40 ആക്കണം. അപ്പം നമുക്ക് വലിയ റൗണ്ട് അടിച്ചിട്ട് വരാം. കൊച്ചിങ്ങ സ്പീഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെ? അത് ഞാൻ കണ്ടില്ല. കൊള്ളായിരുന്നു കേട്ടാ. എടാ, അത് അവന്മാർ അങ്ങനെ ആക്കിയോണ്ടോടെ. ഞാനത് കഴുതിയാണോ എനിക്ക് ഫോണിൽ കളിക്കുന്ന കേട്ടോ ഇഷ്ടമാണ്. എനിക്ക് PC-ക്കകത്തൊന്നും കളിക്കുന്നത് എനിക്കിഷ്ടമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ലാഗ് കാണും. ഇപ്പം നമ്മൾ ലാഗല്ല എന്നൊരു എന്തെങ്കിലും മിസ്റ്റേക്കോ വല്ലോ അവരെ കാണും. അപ്പോൾ അതുവല്ലം മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചിലവർക്ക് ഫോണിൽ കളിക്കുന്നതുകൊണ്ട് അവർക്ക് ഇതൊന്നും തോന്നത്തില്ല. ഇതെങ്ങനെയാണെന്നും അതൊന്നും അവർക്ക് തോന്നത്തില്ല. പക്ഷെ നമുക്ക് ഫോണിൽ കളിക്കുമ്പം ഒരു നല്ലതുപോലത്തെ ഒരു ഇതാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല രസമായി കളിക്കാം. ഫോണിലാകുമ്പോൾ കൈ വെച്ചാൽ കളിച്ചാൽ മതി, വലിയ പാടുമില്ല ബാക്ക് അടിക്കാൻ. ചിലവർക്ക് അങ്ങനെ ബാക്ക് അടിക്കാൻ അറിയത്തില്ല. നമ്മളതൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, അത് കൊള്ളായിരുന്നു. അവിടെ ചെന്നിട്ട് അറ്റത്തോട്ട് ചാടണം. ആരാണ് അങ്ങോട്ട്? സ്വിമ്മിംഗ് പൂളിൽ, ലാവയ്ക്കകത്ത് സ്വിമ്മിംഗ് പൂളിൽ ചാടുന്നു. ഇപ്പം അവൾ താഴെ ഇല്ല, അതുകൊണ്ട് അറ്റത്തില്ല. സാധനോ പക്ഷേ ഇപ്പം നമ്മളിവിടെ ഒരു വിറ്റാന്ന് പറഞ്ഞൊരു പീക്കിന് മുട്ടയൊന്നും ഇല്ലാത്തൊരു ചെറുക്കാനും ഉണ്ട് കേട്ടോ. ജസ്റ്റ് മിസ്സിനായിരുന്നു കേട്ടോ നമ്മളിവിടെ വന്ന്. പക്ഷെ നമ്മുടെ മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ ഇച്ചിരി നല്ല സ്പീഡ് വേണം. പോവാം. 31 40 കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കയറാം. മറ്റേ വേറെ സുന ഉണ്ടായിരുന്നു അവിടെ.
അപ്പോൾ എൻ്റെ പുറത്തെന്താ വെയിറ്റ് ചെയ്യേ, ഇപ്പം വരാം, നിൽക്കേ. അതിപ്പോൾ താഴും. അല്ല, വികാറ്റ് എന്ന് പറഞ്ഞാൽ ചെറുക്കൻ ഇപ്പോഴും ഉണ്ട്, പീക്കിരി മുട്ടയും വരാത്ത ചെറുക്കൻ. നമുക്ക് 1.1 പോരാ, നമുക്ക് മില്യൺസ് വേണം. ഞാൻ സ്പീഡ് കൂട്ടാനാണ് ഞാൻ നോക്കുന്നത്. ഈ 31 എങ്ങനെയെങ്കിലും ഒരു 40 കയറ്റണം, അതാണ് എൻ്റെ ലക്ഷ്യം. നമ്മൾ എന്താണ് കാണിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. റോബക്സ് എടുത്ത് കളിക്കണമെങ്കിലേ ഒരു പണിയുണ്ട് നിങ്ങൾക്ക്. നിങ്ങളത് ചെയ്യേണ്ട. റോബക്സ് എടുത്ത് കളിക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും എനിക്കൊരു 1K ആക്കി തന്നാൽ ഞാൻ റോബക്സ് എടുത്ത് കളിക്കാം. നിങ്ങൾക്കറിയാലോ റോബക്സ് എങ്ങനെ കളിക്കേണ്ടത്. പൈസ ഇല്ലാതെ നമുക്ക് കളിക്കാനത് പറ്റത്തില്ല. റോബക്സ് പൈസ കൊടുത്തല്ലേ വാങ്ങണ്ടേ. എൻ്റെ ഈ 0 റോബക്സ് എൻ്റെ ഉണ്ടായിരുന്ന ഞാൻ 2 രൂപയൊക്കെ കൊടുത്ത് ഞാൻ സേവിങ്സ് വഴി ഞാൻ മേടിച്ചതാണ്. പക്ഷേ അതൊക്കെ പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിലീറ്റ് ചെയ്തപ്പോൾ പൈസയും പോയി. എൻ്റെ ഫോൺ മൊത്തത്തിൽ റീസെറ്റ് അടിച്ചപ്പോഴത്തേന് റോബക്സ് പോയി. അതുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ അതൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ 1K ആക്കി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും ഇതിനകത്ത് പൈസ നിങ്ങൾ ഞാൻ തരാം ഗൈസ്, പേടിക്കണ്ട. യാത്തൊരു ജീവിതമാണ്, അതിലോരൊരു താരകമാണ്. അവനൊക്കെ ആ സുഖമായിട്ട് കിടക്കാം. എന്നിട്ട് അവൻ 51ാമത്തെ വിന്നിൻ്റെ അവിടെ നിന്ന് അവൻ പോകുന്നു. എനിക്കാണെങ്കിൽ അത് കടക്കാൻ വരുന്നില്ല. അതുകൊണ്ടല്ലേ ഞാൻ ഇത് ഈ വിനെടുത്തിട്ട് ഞാൻ ഇങ്ങനെ പോകും. അപ്പോൾ ആരും പോകണ്ട. അവിടെ എന്താ ഇത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് എന്തൊരു ഗെയിം ഇടേ. ഇത് അവർ മേടിക്കുന്ന കൊള്ളത്തില്ലെന്ന് ഞാൻ പറയത്തില്ല, കൊള്ളാം. നല്ല ഫണ്ണി ഗെയിമായിട്ടുണ്ട്. പക്ഷെ നമുക്ക് കുറേ നേരം കളിക്കുമ്പോൾ നമുക്ക് മടുക്കും. ഇപ്പം തന്നെ കൈ അഴിച്ച്. ഇപ്പം PC-ക്കകത്ത് കളിക്കുന്നവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അവർ ഓരോ കീബോർഡിൽ ഓരോ അക്ഷരങ്ങളാണ് നെക്കി കളിക്കുന്നത്. ഓക്കെ, ഓരോ അക്ഷരങ്ങളായിരിക്കും അവർ നെക്കി കളിക്കുന്നത്. അപ്പോൾ അവരുടെ അവസ്ഥ നോക്കണേ. സെക്കൻഡ് പാർട്ട് ഇട്ടെങ്കിൽ ഞാനിത് പൊട്ടിക്കും, ഉറപ്പാണ്. സെക്കൻഡ് പാർട്ട് ഇട്ടെങ്കിൽ ഞാനിപ്പോൾ അത് ജയിക്കും. നമ്മൾ സെക്കൻഡ് പാർട്ട് ഇടും ഞാൻ, ഉറപ്പാണ്. ഒറ്റ മൈൻഡ് കയറി സെക്കൻഡ് പാർട്ട് അങ്ങ് ഇടും ഞാൻ. ജസ്റ്റ് നമുക്ക് ഒരു വട്ടം കൊണ്ട് പോയിട്ട് നമുക്ക് സെക്കൻഡ് പാർട്ട് ഇടാം. പക്ഷേ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ചെയ്യാൻ സ്പീഡ് കൂടി ഹെൽത്തി എടുക്കൊമ്മാളെ ഹെൽത്തി ഒറ്റ സ്പീഡിൽ മിന്നൽ വേഗത്തിൽ പോകണം. മിന്നൽ വേഗത്തിൽ പോയപ്പോൾ ഒന്ന് കാണാമായിരുന്നു. അവൻ അപ്പുറത്തെത്തി റോബക്സ് എടുത്ത് കളിക്കുന്ന കേട്ടോ. ഓക്കെ ഗൈസ്, എനിക്ക് നോക്കട്ടെ 1K. ഓക്കെ ഗൈസ്, അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇതിൽ സെക്കൻഡ് പാർട്ട് ഇടുന്നതായിരിക്കും. ഇതിൽ സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡു കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ. ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ.